വികസന മുന്നേറ്റ ജാഥയിൽ പി.കെ. ശശി പങ്കെടുക്കില്ല. CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയിൽ പി.കെ. ശശി പങ്കെടുക്കില്ല. ഇന്ന് വൈകിട്ട് മണ്ണാർക്കാടാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. ഈ പൊതുയോഗത്തിൽ പി.കെ. ശശി പങ്കെടുക്കില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് പങ്കെടുക്കാത്തതെന്നാണ് പി.കെ. ശശി അറിയിച്ചിരിക്കുന്നത്. പി.കെ. ശശി പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുന്നത്. കായംകുളത്ത് നിവേദ്യം വാങ്ങാൻ കടലിൽ ചാടിയ മത്സ്യത്തൊഴിലാളി മുങ്ങി മരിച്ചു. ആറാട്ടുപുഴ തറയിൽക്കടവ് ആൽത്തറ വീട്ടിൽ രവിയുടെ മകൻ രാജുവാണ് മരിച്ചത്. ഇന്നലെ രാവിലെ 11 മണിയോടെ തറയിൽക്കടവ് മഹാദേവ ക്ഷേത്രത്തിന് 500 മീറ്റർ പടിഞ്ഞാറ് തീരക്കടലിലായിരുന്നു സംഭവം. ക്ഷേത്രത്തിലെ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള മീനൂട്ട് ചടങ്ങിന്റെ നേദ്യം വാങ്ങുന്നതിനായി രാജു മത്സ്യബന്ധനത്തിന് പോയ കൈലാസം വള്ളം തീരക്കടലിലേക്ക് എത്തിയപ്പോൾ കടലിലേക്ക് ചാടുകയായിരുന്നു. കരയിലേക്ക് നീന്തുന്നതിനിടെ മുങ്ങിപ്പോവുകയായിരുന്നു. ഉടൻ തന്നെ കായംകുളം താലൂക്ക് ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് കണ്ണൻ ഗോപിനാഥൻ. പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം തള്ളാതെ സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച കോൺഗ്രസിൽ ചേർന്ന കണ്ണൻ ഗോപിനാഥൻ പാർട്ടി ആവശ്യപ്പെട്ടാൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് കണ്ണൻ ഗോപിനാഥൻ പറഞ്ഞു. നിലവിൽ കോൺഗ്രസ് നേതാക്കൾ ഒന്നും പറഞ്ഞിട്ടില്ല. കുട്ടിക്കാലം മുതൽ പാലക്കാടുമായി ബന്ധമുണ്ടെന്നും കണ്ണൻ ഗോപിനാഥൻ പറഞ്ഞു. ദേശീയ രാഷ്ട്രീയം മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിലൂടെയും പലതും ചെയ്യാനുണ്ടെന്നും കണ്ണൻ ഗോപിനാഥൻ പ്രതികരിച്ചു. നേരത്തെ കണ്ണൻ ഗോപിനാഥൻ പാലക്കാട് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. നിലവിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട്ടെ MLA. പാലക്കാട് രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. കണ്ണീരായി കണ്ണനും ബിബിനും. കടലിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെത്തി. പരവൂരിൽ കടലിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെത്തി. അയത്തിൽ സ്വദേശികളായ കണ്ണൻ, ബിബിൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. പൊഴിക്കരയ്ക്ക് സമീപത്ത് നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നേവിയും ഫയർഫോഴ്സും മറൈൻ എൻഫോഴ്സ്മെന്റും സംയുക്തമായാണ് തിരച്ചിൽ നടത്തിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടത്. പൊഴിക്കര ദേവീക്ഷേത്രത്തിന് സമീപത്താണ് 5 വിദ്യാർത്ഥികൾ കടലിൽ കുളിക്കാനിറങ്ങിയത്. തിരയിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ 3 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. എന്നാൽ 2 പേരെ കണ്ടെത്താനായില്ല. തുടർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ ഉച്ചയോടെ കണ്ടെത്തിയത്. പുസ്തകത്തിൽ മതനിഷേധം ആരോപിച്ച് അവഹേളിച്ചു. ഫറൂഖ് കോളേജ് മാനേജ്മെന്റിനെതിരെ പരാതിയുമായി അധ്യാപിക. കോഴിക്കോട് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിനെതിരെ പരാതിയുമായി അധ്യാപിക. തന്റേതായി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ മതനിഷേധം ആരോപിച്ച് ഫാറൂഖ് കോളേജ് പള്ളിയിൽ തനിക്കെതിരെയും പ്രകാശന പരിപാടി സംഘടിപ്പിച്ച കോളേജ് സ്റ്റാഫ് ക്ലബിനെതിരെയും അവഹേളന പരാമർശമുണ്ടായെന്നാണ് ആരോപണം. ഷബ്നം നൂർജഹാനാണ് പരാതി നൽകിയത്. പുസ്തകം തങ്ങളുടെ നയങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞ വെള്ളിയാഴ്ച പ്രസംഗത്തിൽ പരസ്യമായി അലി മദിനി മൊറയൂർ ഇമാം അവഹേളിച്ചത് പരാതിയിൽ പറയുന്നു. ഫറൂഖ് കോളേജിലെ സലഫി മത പോലീസ് എന്ന തലക്കെട്ടിൽ ഇത് സംബന്ധിച്ച ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. കാമില റൂമിയുടെ പ്രണയം എന്ന പുസ്തകത്തിനെതിരെയാണ് വിമർശനം. ആദ്യ പുസ്തകം പ്രകാശനം ചെയ്തപ്പോഴും സമാനമായ അനുഭവം നേരിട്ടിട്ടുണ്ടെന്നും അധ്യാപിക പറഞ്ഞു.